ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ സാംസങ്ങിൻ്റെ A36 5G എ സീരീസിൽ വരുന്നൊരു ഫോണാണ്. എ സീരീസിൽ വരുന്ന ഫോൺസിൽ സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സീരീസിലും എഫ് സീരീസിലും കാണാത്ത ചില ഫീച്ചേഴ്സിൽ കിട്ടും. അതായത് എസ് സീരീസിൻ്റെ ആ ലെവലില്ല, എന്നാൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു സീരീസാണ് എ സീരീസ്. അപ്പോൾ A36 എങ്ങനെയുണ്ട്? ഇതിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 3 വേരിയൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ബേസ് മോഡൽ വന്നിട്ട് 8GB 128GB. ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൈസ് 32,999 ആണ്. മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256GB വേരിയൻ്റെ പ്രൈസ് 35,999 ഏറ്റവും ഹൈ എൻഡ് മോഡലായിട്ടുള്ള 12GB 256GB വേരിയൻ്റെ പ്രൈസ് 38,999 ആയിട്ടാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിഡിൽ വേരിയൻ്റ് അതായത് 8GB 256GB വേരിയൻ്റ് നിങ്ങൾക്ക് ബേസ് മോഡലായിട്ടുള്ള 8GB 128GB വേരിയൻ്റെ പ്രൈസിന് വാങ്ങി കിട്ടും. അതായത് 32,999 നിങ്ങൾക്ക് 256GB വേരിയൻ്റ് കിട്ടും. അതുപോലെ തന്നെ മിഡിൽ വേരിയൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് ഹൈ എൻഡ് മോഡലായിട്ടുള്ള 12GB റാം വേരിയൻ്റ് കൂടെ കിട്ടും. സോ ഇതൊരു 20 ദിവസം വരെയാണ് ഇപ്പോൾ ഒരു ടൈം ലിമിറ്റ് ആയിട്ട് കാണിക്കുന്നത്. അതിനുശേഷം ഈ പ്രൈസിന് കിട്ടുമോയെന്നറിയില്ല. എന്നാലും ഇപ്പം ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. പിന്നീട് ആദ്യമായിട്ട് സാംസങ്ങിൻ്റെ ഷോപ്പ് ആപ്പിലൊക്കെ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ 1000 രൂപ ഡിസ്കൗണ്ട് അതെല്ലാതും കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിന്റിൽ A36 എന്ന മോഡൽ കിട്ടുന്നുണ്ട്. ഓവറോൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? ഡിസൈൻ വൈസ് പഴയ സാംസങ് ഫോൺ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ A56 കണ്ട എക്സാക്റ്റ് ഡിസൈനാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതായത് പഴയ സാംസങ് ഫോൺ ഉണ്ടായ ക്യാമറ മൊഡ്യൂളും കുറച്ചും കൂടെ വലുതാക്കിയിട്ടാണ് ഇപ്പം ഇറക്കുന്നത്. സോ ഈ വർഷമുള്ള എല്ലാ സാംസങ് ഫോണും ഇതേ എക്സാക്റ്റ് ഡിസൈനിലായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. കാണാൻ നല്ല നൈസായിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നും പറയാനില്ല, നല്ല ലുക്കൊക്കെ ഉള്ള ഡിസൈൻ തന്നെയാണ്. പഴയതാണെങ്കിലും രസമൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എല്ലാ മോഡലും ഒരുപോലെ ആയിരുന്നു, ഇനി ഈ വർഷത്തെ എല്ലാ ഫോണും ഒരുപോലെ തന്നെ ആയിരിക്കും. പിന്നീട് വെയിറ്റ് ആൻഡ് തിക്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 195 ഗ്രാം വെയിറ്റും 7.4 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. IP67 റേറ്റിംഗ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ബാക്ക് ഗ്ലാസ് ആണ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ വൈസ് അല്ല, ഡിസൈൻ വൈസ് അല്ല, ബിൽഡ് ക്വാളിറ്റി വൈസ് വേറെ ലെവൽ തന്നെ വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്. 32,000 രൂപയുടെ ഒരു സാംസങ് ഫോണിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ സാംസങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 കളേഴ്സിലായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, ഒരു വൈറ്റ് വരുന്നുണ്ട്, ഒരു ലാവൻഡർ കളർ കൂടെ വരുന്നുണ്ട്. 3 അത്യാവശ്യം നല്ല നൈസായിട്ടുള്ള കളേഴ്സാണ്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള കുറ്റോ കുറവൊന്നും പറയാനില്ല. ഡിസൈൻ വൈസും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്തായാലും കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട്? 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് അമോലഡ് ആയിട്ടുള്ള 120 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. 1200 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനും ഫ്രണ്ട് ഡിസ്പ്ലേക്കും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പൈസയൊക്കെ കുറഞ്ഞ നല്ല ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. നോ ഇഷ്യൂസ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടാവുന്നതിൽ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. ബാക്കിയുള്ള ബ്രാൻഡൊക്കെ 1.5K റെസൊല്യൂഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ബട്ട് സാംസങ് എന്ന ബ്രാൻഡ് വെച്ച് പറയുകയാണെങ്കിൽ നല്ല ഡിസ്പ്ലേ തന്നെ ഇതിന് വരുന്നുണ്ട്. നോ ഇഷ്യൂസ്. ഡിസ്പ്ലേയുടെ കാര്യത്തിലൊന്നും നോ ഇഷ്യൂസ്. ദെൻ ഇതിൻ്റെ ക്യാമറയാണ്. പ്രൈമറി ക്യാമറ വന്നിട്ട് ഒരു 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 8 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 5 MB മാക്രോ ക്യാമറ റിയറിൽ വരുന്നുണ്ട്. 12 MB സെൽഫി ക്യാമറ വരുന്നത്. ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും 4K 30 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറ വൈസ് എ സീരീസ് ഫോണാണ്. അപ്പോൾ നല്ല രീതിയിലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ കാണുന്ന രീതിയിലുള്ള അത്രക്കില്ല, എന്നാലും നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറ എന്തായാലും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നോ ഇഷ്യൂസ്. പക്ഷേ നിങ്ങൾ ക്യാമറ റിവ്യൂസൊക്കെ പോയിട്ട് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രം മതി. അല്ലാതെ സ്പെസിഫിക്കേഷൻസോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മാത്രം മതി. സോ അതാണ് ക്യാമറ. ദെൻ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിൽ വരുന്നത് Qualcomm Snapdragonൻ്റെ 6 Gen 3 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസൊന്നും അങ്ങനെ ഹൈ എൻഡ് 33,000 രൂപയുടെ ഫോണിലുള്ള പെർഫോമൻസ് ഒന്നും ഇതിൽ കിട്ടത്തില്ല. ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 കിട്ടുന്നുണ്ട്. 1UI 7 ആയിട്ടാണ് വരുന്നത്. 6+6 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇതിൽ വരുന്നുണ്ട്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് കിട്ടുന്നുണ്ട്. അതായത് സാംസങ്ങിൻ്റെ എസ് സീരീസിൽ മാത്രമേ ഇപ്പോൾ അത് കൊടുത്തിട്ടുള്ളൂ. S25 മാത്രമേ അത് വരുന്നുള്ളൂ. ബാക്കി S24 സീരീസിൽ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഈ ഒരു ഫോണിലടക്കം ആൻഡ്രോയിഡ് 15 കിട്ടുന്നുണ്ട്. 6+6 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ സാംസങ് പ്രൊമിസ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് വൈസ് നിങ്ങൾ ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടൊക്കെ ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ നോക്കിയേ വേണ്ട. ഡീസൻറ്റ് പെർഫോമൻസ് മാത്രം ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് വർക്കാവും, അതിലൊന്നും ഇഷ്യൂസ് ഇല്ല. പിന്നീട് അത്യാവശ്യം AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്, AI സെലക്ട് വരുന്നുണ്ട്, ഒബ്ജക്റ്റ് ഇറൈസറും അങ്ങനെയുള്ള എല്ലാ AI ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ 5000 mAh ബാറ്ററി, 45 വാട്ട് ഓഫ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്.
സാംസങ്ങിൻ്റെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ S25 പോലും 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ഒരു 30,000 അതെ 80,000 രൂപയുടെ ഫോണിൽ പോലും സാംസങ് 25 വാട്ടാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് ഈ 33,000 രൂപയുടെ ഫോണിൽ 45 വാട്ട് അല്ല അതിൽ 25 ആണ്, ഇതിൽ 45 വാട്ട് കൊടുക്കുന്നുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പക്ഷേ ഈ ചാർജർ വാങ്ങണമെങ്കിൽ ഒരു 3,000 രൂപ നിങ്ങൾ കൊടുക്കണം, എന്നാൽ മാത്രമേ വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. മറ്റേ 25 ആണെങ്കിൽ അതിനൊരു 1,400 രൂപ മാത്രമേ വരുന്നുള്ളൂ. സോ അതിൻ്റെ ഡബിൾ എമൗണ്ട് ചാർജറിന് വരുന്നുണ്ട്. ഓവറോൾ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A36 A സീരീസ് ഫോണാണ്. ഇതിൻ്റേതായിട്ടുള്ള ഒരുപാട് സ്പെഷ്യാലിറ്റി ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. M സീരീസ് F സീരീസ് പോലെയല്ല. അപ്പോൾ 33,000 രൂപ റേഞ്ചിൽ ബെസ്റ്റ് ഫോണൊന്നല്ല കേട്ടോ, വേറെ ഒരുപാട് നല്ല ഫോൺസ് ഉണ്ട്. പക്ഷേ സാംസങ് എന്ന ബ്രാൻഡ് വെച്ച് നിങ്ങളൊരു ഫോൺ ഈ ഒരു പ്രൈസ് പോയിന്റ് വാങ്ങുന്നുണ്ടെങ്കിൽ A36 നല്ലൊരു ബെസ്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം ഡബിനോ സൈനിങ് ഓഫ്. ബൈ.